വൺ പീസ് എപ്പിസോഡ് 1. സോ നമ്മുടെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടത്തിന്റെ ഫ്രണ്ടിലോട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് വരാണ്. അയാളുടെ കയ്യിലും കാലിലും ഒക്കെ ഭയങ്കരമായ രീതിയിൽ ലോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആരാണ് അതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോൾഡ് റോജർ ആയിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ ഈ ഒരു സീരീസ് മൊത്തമായിട്ട് കാണുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടൽ കൊള്ളക്കാരും, 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഈ പോകുന്ന മറൈൻസിനെയാണ്. സോ ഈ ഒരു പിരേറ്റ്സിന്റെ ഗ്രൂപ്പും മറൈൻസിന്റെ ഗ്രൂപ്പും തമ്മിൽ എപ്പോഴും ഫൈറ്റ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ പിരേറ്റ്സിന്റെ, അതായത് മൊത്തത്തില് ഈ കടൽ കൊള്ളക്കാരുടെ രാജാവ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഹെഡാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് റോജർ. അങ്ങനെ അപ്പോഴത്തെ ഈ ഒരു മറൈൻസിന്റെ ചീഫായിരുന്ന അദ്ദേഹമാണ് ഈ ഗോൾഡ് റോജറിനെ പിടികൂടിയിരിക്കുന്നത്. സോ അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വലിയൊരു ജനക്കൂട്ടത്തിന്റെ ഫ്രണ്ടില് അവിടെയുള്ള ആ ഒരു ശിക്ഷ കൊടുക്കുന്ന തട്ടിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിർത്തിയിട്ട് നിനക്കിപ്പോ ശിക്ഷ തരാം എന്നുള്ള രീതിയിൽ അയാൾ പറയുന്ന സമയത്ത് വളരെയധികം അട്ടഹസിച്ചുകൊണ്ടും പുഞ്ചിരിച്ചുകൊണ്ടും ഗോൾഡ് റോജർ പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ നേടാവുന്നത് എല്ലാം തന്നെ നേടി, സ്വർണമായാലും ബാക്കി എന്ത് തന്നെ ആയാലും. സോ നിങ്ങൾക്കത് വേണമെന്നാണെങ്കിൽ, അത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനക്കൂട്ടത്തെ നോക്കിയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്കത് വേണം എന്നാണെങ്കിൽ കടലിനെ ലക്ഷ്യം വെച്ച് പോവുക, അവിടെ നിങ്ങൾക്ക് ഞാൻ നേടിയിട്ടുള്ള എല്ലാ ട്രഷേഴ്സും ഇരിപ്പുണ്ട് എന്ന് പറയുകയാണ്. സോ അത് നേടാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാരെ പിന്തിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഗോൾഡ് റോജറുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇയാളിത് പറയുന്ന സമയത്ത് നമ്മുടെ മറൈൻസിന്റെ ചീഫ് പറയുകയാണ്, പെട്ടെന്ന് തന്നെ ഇവനെ കൊല്ല്, ഇനി ഇവൻ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇങ്ങനെ ചലച്ചോണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നെഞ്ചില് ഒരു വലിയ രീതിയിലുള്ള കത്തി കൊണ്ട് കുത്തിയിട്ട് കൊല്ലുകയാണ്. അങ്ങനെ ഇയാൾ മരിക്കുന്ന സമയത്തും സത്യം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. ഒന്നിനെയും ഭയപ്പെടാത്തൊരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇയാൾ ഈ ഒരു പറഞ്ഞ കാര്യം അവിടെ ഉണ്ടായിരുന്ന ഫുൾ ആയിട്ടുള്ള ആൾക്കാർ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ ഇടിച്ച് പപ്പടാക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫുൾ ജനക്കൂട്ടമാണെങ്കിൽ ആ ഒരു ട്രഷർ നേടാൻ വേണ്ടിയിട്ട് കടലിലോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രസന്റിൽ നിന്ന് 22 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സീനാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ കടലിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു സീനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇനി ആരെങ്കിലും അത് കണ്ടുപിടിച്ചോ എന്നറിയണ്ടേ. അങ്ങനെ പിന്നീട് 22 വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു സീനിൽ നമ്മൾ കാണുന്നത് ഈസ്റ്റ് ബ്ലൂ കടലാണ്. അങ്ങനെ ആ ഒരു കടലില് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള മങ്കി ഡി ലൂഫിയെ കാണുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ശരിക്കും അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈറേറ്റ്സിനെ അവരുടെ ഹെഡ് ആവുക, കടൽ കൊള്ളക്കാരുടെ രാജാവുക എന്നതാണ് അവന്റെ ആഗ്രഹം. സോ അതിനു വേണ്ടിയിട്ട് ഈ വൺ പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലമില്ലേ, അതായത് നമ്മുടെ ഗോൾഡ് റോജർ അദ്ദേഹത്തിന്റെ ട്രഷേഴ്സ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം, അവിടോട്ട് ഇപ്പോ ഇവൻ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്റെ കയ്യിലുള്ള ആ ഒരു ചെറിയ കപ്പലില് തനിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ അവൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ ഇങ്ങനെ കടലിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം പറ്റി, ഇവനത്ര റിച്ചൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനായെടുത്ത ആ കുഞ്ഞിക്കപ്പലില് നിറയെ ഹോളുകളായിരുന്നു, മരത്തെക്കാട് കൂടുതൽ ഹോളുകളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഹോളിൽ കൂടിയെല്ലാം വെള്ളം അകത്തോട്ട് കയറിയാണ്. പിന്നെ എന്താവുമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം കയറാൻ വേണ്ടി മുങ്ങി തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പൊ അവന്റെ കയ്യിൽ വലിയൊരു ഡബ്ബ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബാരൽ പോലത്തെ സാധനം, ആ ഒരു ഡബ്ബയിലോട്ട് ഇവൻ കയറിയിട്ട് അവൻ ആ ഒരു ഡബ്ബ തന്നെ കടലിലോട്ട് മറിച്ചിടുകയാണ്. എന്തായാലും മുങ്ങാണല്ലോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ അവൻ മറിച്ചിടുകയാണ്. അങ്ങനെ ഈ ഒരു ഡബ്ബയാണെങ്കിൽ കടലിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കഥാനായകനും ഉണ്ട്. അങ്ങനെ നായകൻ എന്ത് ഡബ്ബയാണ് ഇപ്പൊ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലില് 2 കപ്പലുകൾ തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ആണ്. ഒന്ന് ആസ് യൂഷ്വൽ ഒരു കടൽ കൊള്ളക്കാരുടെ കപ്പലും ഒന്ന് നമ്മളുടെ ഈ ഒരു മറൈൻസിന്റെ കപ്പലുമാണ്. ഈ കടൽ കൊള്ളക്കാരുടെ ആ ഒരു കപ്പലിന്റെ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽവിദ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയാണ്. അങ്ങനെ ഈ ഒരു ലേഡി ആണെങ്കിൽ ഈ മറൈൻസിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഹെഡിന് നേരെ ഗണ്ണ് വെച്ചിട്ട് ചോദിക്കുകയാണ്, മര്യാദയ്ക്ക് പറഞ്ഞോ സോറോ എവിടെയാണ് എന്ന്. സോറോയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള എതിരാളി ഞാനാണ്, അവൻ എന്നെ അന്വേഷിച്ച് നടക്കുകയായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഗണ്ണ് വെച്ച ആള് പറയാണ്, അല്ല ഈ സോറോയുടെ ലിസ്റ്റിൽ ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നല്ലോ എന്നുള്ള രീതി പറയാണ്. അപ്പൊ അവൾക്കാണെങ്കിൽ ഭയങ്കരമായ ദേഷ്യം വരികയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ സോറോയ്ക്ക് വേണ്ടിയുള്ള എതിരാളി ഒന്നും അല്ല ആൽവിദ. പക്ഷെ എന്തോ ഒരു കാരണത്താൽ ഇപ്പൊ രക്ഷപ്പെട്ടു നമ്മളുടെ ഈ ചക്കയിട്ട് മുയലെത്ത ആ ഒരു സ്കീം. അങ്ങനെ അവള് ആ ഒരു രീതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇവർ തോൽപ്പിക്കുകയും ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ ഇവൾക്ക് ദേഷ്യം വരാണ്. ഇപ്പൊ അവളൊന്നും അല്ലാന്ന് ഇയാള് പറഞ്ഞു എന്നുള്ളൊരു ഫീല് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അയാളുടെ അടുത്തുണ്ടായിരുന്ന ആളുടെ തലമണ്ട അടിച്ച് പൊളിക്കുകയാണ്. അങ്ങനെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടിമക്കണ്ണിനെ വിളിക്കുകയാണ്. അവളുടെ അടിമക്കണ്ണാണ് നമ്മുടെ കഥയിലെ അടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
കോബി എന്നാണ് അവന്റെ പേര്. ഒരു ചെറിയ പയ്യനാണ് കേട്ടോ. പക്ഷെ അവനാണെങ്കിൽ ഭയങ്കരമായ രീതിയിൽ അടിമയായിട്ടാണ് അവള് കാണുന്നത്. അവള് കഴിച്ചതിന്റെ എച്ചില് കഴിക്കാൻ പാടുള്ളൂ, അവള് പറയുന്ന എല്ലാം അംഗീകരിക്കണം, അവൾ ഇറങ്ങിയതിനു ശേഷം ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട് അവിടെ. അങ്ങനെ കോബിയെ വിളിച്ചിട്ട് ചോദിക്കാണ്, നീ പറ കടലിലെ ഏറ്റവും വലിയ കടൽ കൊള്ളക്കാരി ആരാണ്? അപ്പൊ അവൻ പേടിച്ചിട്ട് ആൽവിദ എന്ന് പറയണ. സത്യം പറഞ്ഞ ഈ ആൽവിദ വലിയൊരു സംഭവം ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഈ ഒരു സമയത്താണെങ്കിൽ ആ അടിച്ചു പൊളിച്ച ആളുടെ തലമണ്ട അവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു സൈഡിലോട്ട് കോബി ആണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം ഓൾറെഡി കോബിയോട് അത് ക്ലീൻ ചെയ്യാൻ ആൽവിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനത് ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയത്ത്, അതായത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ക്ലീൻ ചെയ്ത് പതിയെ രാത്രിയാവാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ആ ഒരു ഡബ്ബയുടെ അകത്ത് എന്തോ ട്രഷർ ആണെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഫുഡ് ആണെന്ന് കരുതിയിട്ട് ആൽവിദയുടെ ടീംസ് അതെടുത്ത് ഓൾറെഡി കപ്പലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പയ്യെ ഡപ്പ തുറന്നിട്ട് നമ്മുടെ ചെക്കൻ പുറത്തു വരികയാണ്. അങ്ങനെ നമ്മുടെ മങ്കി ഡി ലൂഫി പുറത്തു വരുന്ന സമയത്താണെങ്കിൽ അവൻ കാണുന്നത് ഈ കോബി അവിടെ നിന്ന് ഈ ഒരു കാര്യമൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പൊ നീ എന്തിനാണ് അനിയ ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയണേ, നീ പെട്ടെന്ന് തന്നെ പൊക്കോ, ഇതിന്റെ മാസ്റ്റർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആൽവിദ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിന്റെ കഥ കഴിഞ്ഞു എന്ന് പറയണേ. അപ്പോ നമ്മുടെ മങ്കി ഡി ലൂഫി ചോദിക്കുകയാണ്, അല്ലടാ നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത്? നിനക്ക് സ്വന്തമായിട്ടൊരു ലൈഫ് ഇല്ലേ? അവളെ പറയണ അനുസരിച്ച് നീ എപ്പോഴും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നിനക്കായിട്ടുള്ള ലൈഫ് നീ തന്നെ ജീവിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്താമെന്ന് പറയുകയാണ്. അപ്പൊ അവൻ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ നായകൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം അവനും ഈ നമ്മുടെ മങ്കി ഡി ലൂഫിയുടെ കൂടെ പോവാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ പോകാൻ വേണ്ടി അതിന്റെ സൈഡിലായിട്ട് ഇവരുടെ അത്യാവശ്യം എന്തെങ്കിലും അപകടഘട്ടത്തിൽ വേണ്ടി വരുന്ന ചെറിയൊരു ബോട്ട് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. സോ അത് തുഴയണമെങ്കിൽ ആ തുഴയുന്ന ആ ഒരു സംഭവം വേണമല്ലോ. സോ അതെടുക്കാൻ വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു സംഭവത്തിൽ പങ്കെടുക്കാൻ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാവുകയും ചെയ്യാണ്. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആൽവിദ എണീറ്റ് വരാം അവിടെ നല്ല രീതിയിലുള്ള ഒരു സീൻ ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഥാനായകൻ വലിയൊരാളാണെങ്കിലും അവൻ അതിനു വേണ്ടിയുള്ള കഴിവുകളില്ല എന്ന് നമുക്കറിയാലോ. സോ അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു തോട്ട്സിനെയൊക്കെ മറികടന്നുകൊണ്ട് അവന്റെ ആ ഒരു ഇലാസ്റ്റിക് പവർ അവൻ അവിടെ വെളിവാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ റബ്ബർ ബാൻഡ് പോലെ വലിയും അവന്റെ ശരീരം മൊത്തം. അവൻ ഈ ഒരു പവർ കിട്ടിയത് ആക്സിഡന്റ് ആയിട്ട് അവനാണെങ്കിൽ ഡെവിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കായ ഭക്ഷിച്ചത് കൊണ്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഈ ഒരു രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് ആൽവിദയുടെ എല്ലാ ടീംസിനെയും അവനാണെങ്കിൽ തോൽപ്പിക്കുകയാണ്. അങ്ങനെ ഇവനും അതുപോലെ തന്നെ കോബിയും ആ ഒരു ബോട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. മറ്റൊരു സൈഡില് നമ്മൾ കാണുന്നത് നേരത്തെ നമ്മുടെ ആൽവിദ ഒരു സോറോന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ക്യാരക്ടറിനെയാണ്. അവനിപ്പോ നേരെ നിന്നിട്ട് ഏതോ ഒരു വിഗ്രഹത്തെയോ അല്ലെങ്കിൽ ഏതോ ഒരു ദൈവത്തെയോ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അർച്ചനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ ഈ അർച്ചനയൊക്കെ നടത്തുന്ന സമയത്ത് ഇവന്റെ ബാക്കിലായിട്ട് ഒരാൾ വരികയാണ്. എന്നിട്ട് അയാള് ചോദിക്കുകയാണ്, ഇനിയിപ്പോ ശരിക്കും പറഞ്ഞ സോറോ ആണെങ്കിൽ നമ്മുടെ കാടിന്റെ നടുക്കുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ അർച്ചനയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതിൽ അവൻ 2 വിളക്കുകളാണ് കൊളുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഓപ്പോസിറ്റ് നിന്നാള് പറയുകയാണ്, ഞാനാണ് 7, സോ നീ എന്തിനാണ് ഈ 2 വിളക്കുകൾ കൊളുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ സോറോ പറയുകയാണ്, ഒന്ന് നിനക്കും ഒന്നെന്റെ ഫ്രണ്ടിനും വേണ്ടിയാണ് എന്ന്. സോ നീ എന്തിനാണ് ഇവിടെ എന്റെ പുറകെ വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് സോറോയോട് അയാൾ പറയുകയാണ്, അയാളുടെ പേര് 7 എന്നാണ്. അയാൾ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പൈററ്റ്സ്, അതായത് ഈ കടൽ കൊള്ളക്കാരുടെ ഷിപ്പില് ഉള്ള മെമ്പറാണ്. സോ അവരുടെ കൂടെ ഇവന്റെ ഈ ഒരു പവേഴ്സ് കണ്ടിട്ട് സോറോയെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ സോറോ പറയുകയാണ്, എനിക്കിതിന് താല്പര്യമില്ല, ഞാനാണെങ്കിൽ പൈറേറ്റ്സ് ഹണ്ടർ ആണ്. സോ ഞാനെങ്ങനെയാണ് ഒരു പൈറേറ്റ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം? സോ നിങ്ങൾ നീ വന്ന വഴി പൊക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഡിഫീറ്റ് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ 2 പേരും കൂടി തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ സോറോ ആരാമോൻ അവന്റെ പവേഴ്സ് ഉപയോഗിച്ച്, അവന്റെ ശക്തി ഉപയോഗിച്ച് ഈ വന്ന ആ ഒരു എതിരാളിയെ ഈസി ആയിട്ട് അവനാണെങ്കിൽ അടിച്ച് വീഴ്ത്തുകയാണ്. സോ നമ്മുടെ സോറോയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ പൈററ്റ്സിനെ കൊല്ലും. അതിനുശേഷം അവരുടെ ബോഡി ആയിട്ട് നേരെ അവർക്ക് ഈ കൊന്നതിനുള്ള റിവാർഡ്സ് കൊടുക്കാറുണ്ട്. സോ ആ ഒരു റിവാർഡ് വാങ്ങി ജീവിക്കുകയാണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റൊരു സൈഡിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ലൂഫിയെയും അതുപോലെ തന്നെ കോബിയെയും ആണ്. അവർ 2 പേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കോബി ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് ഈ ഒരു പവേഴ്സ് ഒക്കെ കിട്ടിയത് എന്ന്. അപ്പോൾ നമ്മുടെ ലൂഫി ആണെങ്കിൽ കഥ പറയാൻ തുടങ്ങുകയാണ്. പണ്ട് ഇവൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഇവന് താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തോടെ എപ്പോഴും കടൽ കൊള്ളക്കാരുടെ കപ്പലുകൾ അടുക്കാറുണ്ടായിരുന്നു.
അതിൽ ഷാങ്ക്സ് എന്ന പേരായിട്ട് റെഡ് കളറിലെ മുടിയുള്ള ഒരാളുണ്ടായിരുന്നു. അയാളായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഹീറോ. അങ്ങനെ ഒരു വട്ടം അയാളാണെങ്കിൽ ഇങ്ങനെ കടലിലോട്ട്, അതായത് കടലിൽ പോയിട്ട് വന്ന സമയത്ത് ഇവൻ ഷാങ്കിന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കൂടെ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കാമോ എന്ന്. അപ്പൊ ഷാങ്ക് പറയാണ്, നിനക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവനെ ഒരു തമാശയായിട്ട് മാത്രം കാണുകയാണ്. പക്ഷെ നമ്മുടെ ലൂഫി എന്ത് ചെയ്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്കത്ര പേടിയൊന്നും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് അവനാണെങ്കിൽ സ്വന്തം ദേഹത്തെ തന്നെ മുറിവേൽപ്പിക്കുകയാണ്, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ. അങ്ങനെ ഇത് കാണുന്ന ഷാങ്ക് പറയാണ്, ഓക്കെ, എന്റെ ദേഹത്ത് ഒരുപാട് തഴമ്പുകളുണ്ട്, പക്ഷെ അത് നിന്നെ പോലെ സ്വന്തമായിട്ട് ഉപദ്രവിച്ചുണ്ടായതല്ല, മറിച്ച് കടലിലൂടെ പോയി പോരാടി നേടിയതാണ്. സോ ഒരു കടൽ കൊള്ളക്കാരന് ഏറ്റവും കൂടുതൽ വേണ്ടത് അത്തരത്തിലുള്ള തഴമ്പുകളാണ്. നിനക്ക് പ്രായമായിട്ടില്ല, എന്തായാലും ഞാൻ നിന്നെ കൊണ്ടുപോകും, നിനക്ക് അതിനുള്ള പ്രായമാവട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ഇവനാണെങ്കിൽ നേരെ അവിടെയുള്ള ഒരു റൂമിലോട്ട് പോവാണ്. ആ റൂമിൽ തന്നെയാണ് ഷാങ്ക് ആണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു വസ്തുക്കളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു ഫ്രൂട്ട് ഇരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ നമ്മുടെ പയ്യനാണെങ്കിൽ വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രൂട്ട് ആണെങ്കിൽ എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ സത്യത്തില് അതൊരു ഡെവിൾ ഫ്രൂട്ട് ആയിരുന്നു. അതൊന്നും അറിയാതെയാണ് ഇവനത് കഴിക്കുന്നത്. അങ്ങനെ മുഴുവനായിട്ട് അത് കഴിക്കുകയാണ്. അങ്ങനെ മറ്റൊരു സൈഡില് ഷാങ്കിന്റെ കപ്പല് ആ ഒരു സൈഡിലൂടെ അടുത്തത് കാരണം അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ബാർ ഷോപ്പിൽ ചെന്നിട്ട് അവിടെയുള്ള എല്ലാ മദ്യം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഷാങ്കിന്റെ ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേസമയത്ത് വേറൊരു പൈറേറ്റ് ആ ഒരു കപ്പലിന്റെ ലീഡർ ആ ഒരു ഗ്രൂപ്പിലോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ് അയാൾക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന്. അപ്പൊ അത് കൊടുക്കുന്ന സെർവർ പറയുകയാണ്, ഷാങ്ക് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, ഈ ഒരു ബാർ അടക്കം ഷാങ്ക് വാങ്ങിച്ചിരിക്കുകയാണ് ഇന്നൊരു ദിവസത്തേക്ക്. സോ നിങ്ങൾക്ക് തരാൻ ആകെ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ബോട്ടിലൊക്കെ തല്ലി ഒടിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഷാങ്ക് ആണെങ്കിൽ അതിനെ പ്രതികരിക്കുന്നേ ഇല്ല. ഈവൻ അയാളെ പൊട്ടിച്ച ബോട്ടിൽ വരെ ഷാങ്ക് ആണെങ്കിൽ തൂത്ത് മാറ്റി കളയുകയാണ്. അങ്ങനെ ഇതെല്ലാം ദൂരെ നിന്ന് നമ്മുടെ ലൂഫി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ലൂഫി ആണെങ്കിൽ ഇപ്പൊ ഷാങ്കിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ, നിന്റെ കയ്യിൽ ഹോൾ ടീമുണ്ട്, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ പോയി അവനെ അടിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ലൂഫി പോവാണ്. അങ്ങനെ ലൂഫി പോവാണ്ടിരിക്കാൻ വേണ്ടി ഷാങ്ക് ആണെങ്കിൽ അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. പക്ഷെ അവന്റെ കൈ ആണെങ്കിൽ റബ്ബർ പോലെ വലിയാണ്, അവനിങ്ങനെ ദൂരോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഷാങ്കും ആകെ ഞെട്ടുകയാണ്. ഇപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും മനസ്സിലായത് അവൻ കഴിച്ച ഫ്രൂട്ടിന്റെ പേര് ഡബിൾ ഫ്രൂട്ട് ആണ് എന്നും അതിന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യന് സൂപ്പർ പവേഴ്സ് കൊടുക്കാനുള്ള കഴിവുണ്ട് എന്നും. അങ്ങനെ ആ ഒരു ഫ്രൂട്ട് കഴിച്ചത് കൊണ്ടാണ് ഇവനിപ്പോ ഈ ഒരു പവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ അവൻ ആ ഒരു പവേഴ്സ് കിട്ടി എന്നുള്ള കഥ അറ്റ് പ്രസന്റില് കോബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് നല്ല ആ ഒരു പൈറേറ്റ്സിന്റെ രാജാവാകണമെന്നാണ് ആഗ്രഹം, നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ കോബി പറയണേ, എനിക്ക് നല്ലൊരു മറൈനായിട്ട് ആപത്തിൽപ്പെടുന്ന ആൾക്കാരെയൊക്കെ രക്ഷിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയാണ്. ഓക്കെ, അതിന് ഞാൻ വഴി പറയാം. ഞാനാണെങ്കിൽ നേരെ പോകുന്നത് ആ ഒരു വൺ പീസ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ മാപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതെടുക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഇവിടെ ഷെൽസ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറൈൻ ബേസ് ഉണ്ട്, അവിടെ പോകേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ അവിടെ ചെന്ന് ആ ഒരു വൺ പീസിലോട്ടുള്ള മാപ്പ് എടുത്തതിന് ശേഷം നീ നിന്റെ വഴിക്ക് മറൈനിൽ പോയി ജോയിൻ ചെയ്തു, ഞാൻ എന്റെ വഴിക്ക് പൈറേറ്റ് ആയിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഒരു ഡീല് വെക്കുകയാണ്. മറ്റൊരു സൈഡില് ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ചെറിയൊരു ബോട്ടില് വിശന്ന് വലന്ന് കഷ്ടപ്പെട്ട ആ ഒരു ബോട്ട് അനക്കാൻ കഷ്ടപ്പെടുന്നതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അവളെ കാണുന്നത്. അവളുടെ പേരാണ് നാമി എന്ന്. അങ്ങനെ അവൾ ഈ കഷ്ടപ്പെടുന്ന അതേ സമയത്ത് തന്നെ രണ്ട് ചെറുപ്പക്കാര് വേറൊരു വലിയ ബോട്ടിൽ വന്നിട്ട് അവളോട്, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ നിന്റെ കയ്യിൽ ആ ബോക്സിലുള്ള സാധനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഒരു കപ്പ് ആ ഒരു ചെറിയ ബോട്ട് പോലത്തെ സെറ്റപ്പിലോട്ട് ഇറങ്ങുക, ആ ഒരു പെട്ടി തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അവളെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയം ലക്ഷ്യം വെച്ചിട്ട് അവളാണെങ്കിൽ നൈസായിട്ട് ആ ചെക്കന്മാരെ പറ്റിച്ചുകൊണ്ട് അവരുടെ ബോട്ടിൽ കയറി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് കുറച്ച് ദൂരോട്ട് മാറിയതിനു ശേഷം അവന്മാരോട് പറയുകയാണ്, നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് ചത്തോടാ മണ്ടന്മാരെ എന്ന് പറയുകയാണ്. അങ്ങനെ എന്താണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇമ്പോർട്ടന്റ് വസ്തു എന്ന് നമുക്ക് ഈ ഒരു സീനിൽ കാണിക്കുന്നില്ല, പക്ഷെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മളുടെ ഈ നായകനായിട്ടുള്ള ലൂഫിയും അതുപോലെ തന്നെ കോബിയും ആ ഒരു ഐലൻഡിലോട്ട് എത്തുകയാണ്, ആ ഒരു ടൗണിലോട്ട് എത്താണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് പൈറേറ്റ്സിന്റെ ഫോട്ടോസ് വാണ്ടഡ്, പിടിച്ചു കൊടുത്ത ഇത്രയും പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ ലൂഫി പറയാണ്, ഞാനും ഇതുപോലെ ഒരു ദിവസം ഒരു ചിത്രത്തിൽ വരുമെന്ന്, അതായത് പിടിക്കപ്പെടാനുള്ളവരുടെ ചിത്രത്തിൽ വരുമെന്ന്. എത്രമാത്രം മണ്ടത്തരാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതാണല്ലോ അവന്റെ അംബീഷൻ. സോ അത്രയും വലിയൊരു പൈറേറ്റ് ആവണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്.
അങ്ങനെ ഇതേ സമയത്ത് തന്നെ അവർ പറയുകയാണ് ഓക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് മാപ്പ് എടുക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ചെറിയൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറുകയാണ്. ഈ ഒരു ഹോട്ടലിൽ തന്നെ നാമി ഉണ്ടായിരുന്നു. ആരുടെ കയ്യിൽ നിന്നും മോഷ്ടിക്കാമെന്ന് ലക്ഷ്യം വെച്ചാണ് അവൾ നടക്കുന്നത് തന്നെ. മറ്റൊരു സൈഡില് ഇവിടെ തന്നെ സോറോയും ഉണ്ടായിരുന്നു. സോറോയാണെങ്കിൽ താൻ കൊന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പൈറേറ്റിനെ കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്, കാരണം കൊന്നതിനുള്ള റിവാർഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം സോറോയുടെ അടുത്തേക്ക് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ചെറിയൊരു പെൺകുട്ടി സെർവിങ് ഡിഷസുമായിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൈസ് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കഴിക്കുന്ന പറയുമ്പോൾ അവന് വേണ്ട എന്ന് ഭയങ്കരമായിട്ട് പറയുകയാണ്. സോ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വലിയൊരു മറൈൻ ഓഫീസറുടെ ദേഹത്ത് തട്ടുകയും അത് അയാളുടെ ദേഹത്ത് തട്ടി താഴെ വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ ദേഷ്യം വന്ന അയാളാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഫുഡൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടില്ല നമ്മളുടെ സോറോ ആണെങ്കിൽ അയാളെ ഇട്ട് പട അടിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം നിന്റെ അച്ഛൻ ആരാണ്, നമുക്ക് അയാളുടെ അടുത്ത് പോയി സംസാരിക്കാം എന്ന് പറയാണ്. കാരണം ഈ ഇടികൊള്ളുന്ന ആളെ ഫുള്ള് നിനക്കറിയില്ല, ഞാൻ ആരാണെന്നറിയില്ല, എന്റെ അച്ഛൻ ആരാണെന്നറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ പറയണേ എന്റെ അച്ഛനാണ് ഈ ഷെൽസ് ടൗണിന്റെ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇവരെല്ലാരും കൂടെ ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ സോറോയെ പറ്റി ഓൾറെഡി അയാൾക്കറിയാം. അപ്പൊ അയാൾ പറയണം നിനക്ക് ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്നില് നീ ചെയ്തതിന് ശിക്ഷ അനുഭവിക്കണം, കാരണം നീ എന്റെ മകനെ മാത്രമല്ല ഒരുപാട് മറൈൻസിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന്റെ റിലേറ്റഡ് ആയിട്ട്. ഒന്നെങ്കിൽ നീ ശിക്ഷ അനുഭവിക്കുക, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക. ശിക്ഷ അനുഭവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നീ കൊന്ന ആ ഒരു പൈറേറ്റിനുള്ള ആ ഒരു പൈസ തരത്തുള്ളൂ. ഒന്നെങ്കിൽ മറൈൻസ് ആയിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുക. അപ്പൊ ഇവൻ പറയണേ എനിക്ക് ഇതിനൊന്നും പറ്റത്തില്ല, എനിക്ക് ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഒരു ലീഡർ പറയാണ്, അതായത് ഷെൽസ് ടൗണിന്റെ ഹെഡ് പറയാണ് നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിനക്ക് ഒരു പൈറേറ്റ്സിനെയും ഇനി പിടിച്ചിട്ടുണ്ടെങ്കിൽ കാശ് കിട്ടാത്ത രീതിയിൽ റിവാർഡ്സ് ഇല്ലാത്ത രീതിയിൽ ഞാൻ ആക്കി വെക്കും, നിനക്കെന്നെ അറിയാത്തതുകൊണ്ടാണ്. സോ അങ്ങനെ ആവണ്ട എന്നാണെങ്കിൽ നിനക്ക് ഞാൻ തന്ന 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നീ സെലക്ട് ചെയ്തേ പറ്റൂ എന്നും പറയുകയാണ്. അങ്ങനെ മറൈൻസിനെ ജോയിൻ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ സോറോയാണെങ്കിൽ തനിക്ക് കിട്ടിയ ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം എന്ന് പറഞ്ഞാൽ 7 ദിവസങ്ങൾ പട്ടിണിയായിട്ട് ഫ്രണ്ടില് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്പേസിൽ കെട്ടിവെക്കുക, അതായിരുന്നു ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അത് അവനാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവൻ ആ ഒരു ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു ബേസ്മെന്റ് പോലത്തെ പ്ലേസ് ആട്ടോ. സോ അവിടെ തൊട്ട് ഒരു ഗ്രില്ല് വഴി നമ്മളുടെ നായകനായിട്ടുള്ള ലൂഫി എത്താണ്. അങ്ങനെ ലൂഫി അവിടെ എത്തിക്കഴിഞ്ഞതിനു ശേഷം അവൻ നോക്കുമ്പോൾ ഇതായിരിക്കുന്നു നമ്മുടെ സോറോ. അങ്ങനെ സോറോയുടെ അടുത്ത് പറയുകയാണ് നിന്റെ ഫൈറ്റ്സ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ, സോ നിനക്കാണെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയുകയാണ് ഞാനാണെങ്കിൽ ഒരു പൈറേറ്റ്സ് ഹണ്ടർ ആണ്, സോ അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനൊന്നും താല്പര്യമില്ല, ബട്ട് എന്നെ നിങ്ങൾ രക്ഷിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിലും നമ്മുടെ ലൂഫി ആണെങ്കിൽ അവനെ രക്ഷിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഓക്കെ രക്ഷപ്പെട്ടു, ജോയിൻ ചെയ്യേണ്ട, നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവനെ പോലെയുണ്ട്, സോ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് മാത്രം ചെയ്യാൻ, ഞാനിപ്പോൾ മുകളിലോട്ട് ഒന്ന് ആ ഗ്രില്ലില്ലേ അതൊന്ന് ക്ലോസ് ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് മാപ്പ് ഇരിക്കുന്ന റൂമിനെ തേടിയിട്ട് നമ്മളുടെ ലൂഫി പോവുകയാണ്. അങ്ങനെ ലൂഫി പോകുന്ന അതേ സമയത്ത് തന്നെ നാമി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മറൈന്റെ ഡ്രസ്സ് അടിച്ചു മാറ്റുകയും ആ ഒരു മാപ്പ് റൂമിലോട്ട് വരികയും ചെയ്യുകയാണ്. അങ്ങനെ അവൾ അവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ താനാണെങ്കിൽ ആ ഡ്രസ്സ് അടിച്ചു മാറ്റിയ ആളില്ലേ അങ്ങോട്ടേക്ക് വരികയും ബാക്കിയുള്ള ആൾക്കാരോട് കാര്യം പറയുകയും ചെയ്യുന്നത് കൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നാമിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് തവണ അവൾ ആ ഒരു മാപ്പ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം അവൾക്ക് മനസ്സിലാവുകയാണ് മാപ്പ് ഒന്നും കയ്യിലില്ല എന്ന്. കാരണം എല്ലായിടത്തേക്കുള്ള മാപ്പ് ആ മാപ്പ് റൂമിലുണ്ട്, കാരണം ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലല്ലോ. സോ എല്ലാം പേപ്പേഴ്സ് ആയിട്ടാണ് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൂഫിയും അങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങനെ ലൂഫി അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് ലൂഫി പറയാണ് ഞാനും ആ ഒരു മാപ്പ് തേടി തന്നെയാണ് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റിലാണ് ഈ ഒരു വൺ പീസ് ഉള്ളത്. സോ അതിലോട്ടുള്ള ആ ഒരു മാപ്പ് ഇവർക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. സോ നാമിയോട് പറയുകയാണ് ഞാൻ അങ്ങോട്ടാ പോകുന്നത്, നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ നാമി പറയാണ് നിന്റെ കൂടെയോ ഞാനോ പാർട്ട്ണറായിട്ട് വരട്ടെ, എനിക്കൊന്നും താല്പര്യമില്ല എന്ന് പറയണം. അങ്ങനെ നമ്മുടെ നാമി ഇപ്പോ അവരുടെ യൂണിഫോമിലും നമ്മളുടെ ലൂഫി ഇപ്പോ അവന്റെ നോർമൽ ഡ്രസ്സിലും ആ ഒരു വഴിയിലൂടെ നമ്മളുടെ ക്യാപ്റ്റന്റെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോറോയ്ക്ക് ഈ ഒരു ശിക്ഷ കൊടുത്ത ആള് അയാളുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ദാ നിൽക്കുന്ന സാക്ഷാൽ ക്യാപ്റ്റൻ അവരുടെ ഫ്രണ്ടില്. അങ്ങനെ ഇപ്പോ നമ്മളുടെ
നാമി ആണെങ്കിൽ ആ ഒരു യൂണിഫോമിലായിരുന്നത് കാരണം അവള് പറയുകയാണ്, ഞാനാണെങ്കിൽ ഈ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അയാൾ അത് വിശ്വസിക്കുകയാണ്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നാമി ആണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും അയാളുടെ റൂമിന്റെ കീ മോഷ്ടിക്കുകയാണ്. അങ്ങനെ ആ ഒരു കീയുമായിട്ട് ഇവർ നേരെ പോകുന്നത് ക്യാപ്റ്റന്റെ റൂമിലോട്ടാണ്. അവിടെ ചെന്ന് ഇവരാണെങ്കിൽ ഈ ഒരു മാപ്പിന് വേണ്ടി ഒരുപാട് നോക്കുന്ന സമയത്ത് നമ്മുടെ ലൂഫിയുടെ കൈ തട്ടിയിട്ട് അവിടെ നിന്നും ആ ഒരു ടേബിൾ മാറുകയും അടിയിൽ നിന്ന് ഒരു പെട്ടി പൊങ്ങി വരികയും ചെയ്യുകയാണ്. പല രീതിയിൽ ഇവരത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഡൗട്ട് വന്ന ക്യാപ്റ്റൻ ആണെങ്കിൽ മാപ്പ് റൂമിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എല്ലാവരെയും അടിച്ചിട്ടിരിക്കുന്നത് കാണുകയാണ്. അപ്പൊ എന്തായാലും നാമിയും അതുപോലെ തന്നെ ലൂഫിയാണ് ഇതിന് പിന്നിലെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അയാളാണെങ്കിൽ നേരെ തന്നെ തന്റെ റൂമിലോട്ട് വന്ന് അത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ നാമിയും ലൂഫിയും കൂടി ചേർന്നിട്ട് പെട്ടി പൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടിക്ക് ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അവർ പെട്ടിയായിട്ട് തെറിച്ച് താഴോട്ട് വീഴുകയാണ്. ചെന്ന് വീഴുന്ന സ്ഥലത്ത് തന്നെ ഓൾറെഡി ക്യാപ്റ്റൻ എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവിടെ ഇവരെ ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നാമിയും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കമ്പ് വെച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൂഫിയും നല്ല ഫൈറ്ററാണ്. അങ്ങനെ നല്ല രീതിയിൽ ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മളെ രക്ഷപ്പെട്ട സോറോയാണെങ്കിൽ തന്റെ ഈ ഒരു പ്രശ്നത്തിനൊക്കെ കാരണം ആ ഒരു ക്യാപ്റ്റന്റെ മകനല്ലേ, അവന്റെ അടുത്തോട്ട് പോയിട്ട് അവന്റെ നീളൻ മുടി, അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന അവന്റെ നീളൻ മുടി മുറിച്ചു കളയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് വരുമ്പോഴാണ് തന്നെ രക്ഷിച്ച ലൂഫി അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവർ 3 പേരും കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. അറിയാതെ ഇവർ ഒരു ടീമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഫൈറ്റിൽ ഇവർ തന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ 101% ഉറപ്പാണ്. അങ്ങനെ അവസാനം ക്യാപ്റ്റനെയും തോൽപ്പിച്ചതിന് ശേഷം അവർ ആ ഒരു പെട്ടിയായിട്ട് നാമിയുടെ ബോട്ടിൽ അവിടെ നിന്നും പോവാനാണ് പ്ലാൻ. അപ്പൊ പോകുന്നതിന് തൊട്ട് മുന്നേ ലൂഫി പറയുകയാണ്, അയ്യോ പോലെ എന്റെ ബ്രദർ കോബിയും കൂടെ വരാനുണ്ടെന്ന് പറയുന്ന സമയത്ത് കോബി അങ്ങോട്ടേക്ക് വരികയും നമ്മളിപ്പോ പിരിയുന്നതാണ് നല്ലത്, എന്റെ ആഗ്രഹം നല്ലൊരു മറൈൻ ആവുക എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കത്തില്ല, സോ ഞാനിവിടെ സ്റ്റേ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം വിഷമമുണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി ലൂഫി അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബൈ പറഞ്ഞ അവരാണെങ്കിൽ കടലിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂഫിയുടെ ഭാഷയിൽ ഇവരെല്ലാവരും ഒരു ടീം ആയി എങ്കിലും ബാക്കിയുള്ള 2 പേരും അതിന് സമ്മതിച്ചിട്ടില്ല. പക്ഷെ അറിയാതെ അവരുടെ ഉള്ളിൽ ആ ഒരു ബോണ്ട് വളർന്നു വരികയാണ്. അങ്ങനെ ഈ ഒരു സമയം കൂടി തന്നെ ക്യാപ്റ്റൻ ആണെങ്കിൽ തന്റെ ഹെഡ് ഓഫീസിൽ വിളിച്ചിട്ട് ആ ഒരു മാപ്പ് പോയ കാര്യമാണെങ്കിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ ആ ഒരു ഗോൾഡ് റോജറെ കൊന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗോൾഡ് റോജറിനെ കൊല്ലാൻ വേണ്ടി ആജ്ഞകൾ കൊടുത്തിട്ടുള്ള ഒരാളുണ്ടായിരുന്നില്ലേ, ഗ്രാബ്, അയാള് തന്നെയാണ് ഇവിടെയുള്ളത്. സോ ആ ഒരാളെ ക്യാപ്റ്റൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലേസിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവരറിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈറേറ്റ്സ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൈറേറ്റ്സ് വന്നിട്ട് അത് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് അറിയുന്നത്. പക്ഷെ നമ്മളുടെ പാവപ്പെട്ട ലൂഫിയാണ് അത് മോഷ്ടിച്ചതെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ അത് മോഷണം പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർ ആ ഒരു ഷെൽസ് ടൗണിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് ഒരു സൈഡിൽ നമ്മൾ കാണുന്നത്. മറ്റൊരു സൈഡിൽ കോബി ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ് മറൈൻസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. വേറൊരു സൈഡില് നമ്മളുടെ ടീം 3 പേരും കൂടെ നാമയുടെ കപ്പലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സൈഡില് പുതിയൊരു ക്യാരക്ടർ നമ്മൾ കാണുകയാണ്. ഒരു വെളിച്ചത്തിന്റെ കീഴിൽ നിന്ന് ഒരാളെ മറ്റൊരാളോട് പറയുകയാണ്, അവരെ ഞാൻ ഒരുപാട് തവണ പിടിക്കാനും ആ ഒരു മാപ്പ് എടുക്കാനും നോക്കി, പക്ഷെ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ ഇതൊക്കെ ആരോടാണ് പറയുന്നത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ക്ലൗണിനെ പോലെ, അതായത് ഒരു ജോക്കറിനെ പോലെ വേഷം ധരിച്ചിട്ടുള്ള ബൂഗി ദ ക്ലൗൺ എന്ന് പറഞ്ഞിട്ടുള്ള വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു പൈറേറ്റ് ആയിരുന്നു. സോ അദ്ദേഹത്തിന്റെ അടുത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബൂഗിയെ കാണാൻ തന്നെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുണ്ട്. സോ ഈ ഒരു ബൂഗി ഈ ഒരു കാര്യം കേൾക്കുന്നതോടുകൂടി എങ്ങനെയെങ്കിലും അവരെ പിടിക്കണമെന്നുള്ള ആ ഒരു ആജ്ഞയും അതുപോലെ തന്നെ മനസ്സിൽ അതാണ് ഉറപ്പിച്ചത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് എത്തുന്നത് വരെ ബൈ ഫ്രം us.